ഇവന്മാരൊക്കെ ഒരു കാര്യം കരുതേണ്ടത്, സ്നേഹിക്കാൻ ആരുമില്ലാത്തവളെ സ്നേഹിക്കുക. അപ്പോൾ നല്ല സ്നേഹം കിട്ടും. ആ സ്നേഹം പണത്തിനും പ്രതാപത്തിനും വീട്ടുകാർക്കും വേണ്ടി കളയുന്നെങ്കിൽ, മക്കളുടെയും കൂടെ സ്നേഹിക്കാതെ കളയുന്നെങ്കിൽ, അതിന് പിന്നെ പിന്നിൽ തേടിപ്പോയിട്ട് ഒരു കാര്യമില്ല. ഈ പറയുന്ന മനുഷ്യർ അങ്ങും പറയും ഇങ്ങും പറയും. മനുഷ്യർ അവരല്ല ജീവിക്കുന്നത്, നമ്മളാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം ഇവന്മാർക്കൊക്കെ പിന്നീട് ഒരു കാലത്തേ വരത്തുള്ളൂ. അങ്ങനെ ബോധ്യമായവരെ ഇന്നും എല്ലാത്തിനും എല്ലാ കാര്യങ്ങളിലും ഇവിടെ സാക്ഷിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചരിത്രം. എല്ലാത്തിനും ഇത് വോയിസ് വീഡിയോ ഓവർ ക്ലാരിറ്റി ഇല്ല, വീഡിയോ ഓവർ അല്ല ചെയ്യുന്നത്, വോയിസ് മാത്രമാണ്. കാരണം എൻ്റേതായിട്ടുള്ള പരിമിതികൾ ഞാൻ പറഞ്ഞു കുഞ്ഞുമായിട്ട്. അതുകൊണ്ട് ഇത് ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല. ഇന്നലത്തെ എൻ്റെ മോൻ്റെ ആവശ്യം, അത് ഞാൻ ഇത്രയും നാൾ കോടതിയിൽ കുഞ്ഞിനെ കൊണ്ടുപോയിട്ടുള്ള ആളാണ്. ഞാൻ ഒരു വട്ടം കൊണ്ടുപോയില്ല. ഈ കഴിഞ്ഞ കേസിൽ അയാൾ വരാഞ്ഞതുകൊണ്ട് മീഡിയേഷന് അയാൾ വന്നിട്ട് ഞാൻ എത്താം. കാരണം പരിമിതികളുണ്ട് കൊച്ചുമായിട്ട്. ഈ ജനങ്ങൾ കാണിക്കുന്ന എവിടെ പോന്ന് ഇവിടെ പോന്ന്. ഒരു സിംഗിൾ മദറായ വിഭർത്താവായ ഒരു സ്ത്രീയെ മാനസികമായിട്ട് ഇങ്ങനെ പീഡിപ്പിക്കുന്നെങ്കിൽ ഇവളൊക്കെ ഏത് കാറ്റഗറിയിൽപ്പെടും? ഇവനൊക്കെയും ഭാര്യയും കൊണ്ടിരിക്കുന്നവനൊക്കെയും ഭർത്താവിനെയും കൊണ്ടിരിക്കുന്നവളുമാരൊക്കെ ഏത് കാറ്റഗറിയിൽ പെടുമെന്ന് എനിക്കറിയണം. കാരണം ഒരു ഏകസ്ഥയായ സ്ത്രീയെ അവളുടെ മകന് വേണ്ടി സന്തോഷം കൊടുക്കാൻ പുറത്തേക്ക് ഓടുന്നതാണ്. അതിന് തടസ്സം നിൽക്കുന്ന ഏത് ശക്തിയാണ് ഇവിടെ ഉള്ളത്? ഏത് ശക്തിയാണ്? ഇതിനെതിരെ പ്രതികരിക്കുകയോ വേണ്ട, ഇത് ഞാൻ ചെയ്യുന്നത് കറക്റ്റോ വേണ്ട. എൻ്റെ മകന് വേറെ ഒരു ഹാപ്പിനെസ്സും ഇതിനകത്ത് എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ആ ഹാപ്പിനെസ് കൊടുക്കാൻ പോലും അയൽവകക്കാരികൾ സമ്മതിക്കുന്നില്ലെങ്കിൽ അതിനകത്ത് എന്ത് കാര്യമാണുള്ളത്? ചിലപ്പോൾ എൻ്റെ ആൾക്കാരോട് അവർ വളരെ നല്ല അപ്രോച്ചായിരിക്കും കാണിക്കുന്നത്. എന്തിന്? അയ്യോ ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു, അങ്ങനെ നോക്കി. എൻ്റെ അമ്മ എന്ന് പറയുന്നവർക്കറിയാം ഈ കാര്യങ്ങൾ ഫുള്ള്. അവർ മനസ്സിലാക്കിയെങ്കിൽ മനസ്സിലാക്കട്ടെ, ഇല്ലെങ്കിൽ ഇല്ല. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, നീ അകത്ത് തന്നെ ഇരിക്കേ. അവരൊന്നും പറയുന്നത് ചെവി കൊള്ളണ്ട, അവരൊന്നും കാണിക്കുന്നത് നീ മൈൻഡ് ചെയ്യണ്ട. അവരെന്തോ കാണിക്കട്ടെ, നീ അകത്തിരിക്കേ. ഇതാണ് അവിടെ പറയേണ്ടത്. പ്രതികരിക്കാൻ ആളുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ആരും കളിക്കത്തില്ലായിരുന്നു, അല്ലേ? കറക്റ്റല്ലേ? ഈ പറയുന്നത് കേൾക്കുമ്പോൾ എൻ്റെ നാട്ടിൽ ഞാൻ പണ്ട് നാവ് തുറക്കാൻ പോലും ഉള്ളൊരവസ്ഥ, എനിക്ക് നാവ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റി. എൻ്റെ വീട്ടിലുള്ള എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് ഈ വികാരങ്ങൾ മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ അവരുടെയും പരിമിതികൾ കൊണ്ട് അവർ നമ്മളോട് വർത്തമാനം പറയില്ല, അതും അറിയാം. അതുകൊണ്ട് എനിക്ക് എൻ്റെ നാവ് തുറക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. പക്ഷേ തുറക്കാൻ കിട്ടിയപ്പോൾ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നടന്നു വന്നു. ഇതൊന്നും ആർക്കും ഇങ്ങനെ ഒരു അനുഭവം കിട്ടരുത് ശത്രുക്കൾക്ക് പോലും കിട്ടരുത് എന്നാഗ്രഹിക്കുന്ന ഞാനാണ്. വെറുതെ ജീവിതം കളഞ്ഞിട്ട് ഞാൻ ജെനുവിനാണ്, 100% ഭർത്താവില്ലെന്നും പറഞ്ഞ് വേറൊരു പരിപാടിക്ക് പോണ ആളായിട്ട് എന്നെ കിട്ടത്തില്ല. ആ പരിപാടി എൻ്റെ മകനെ ഇട്ടോട്ട് ഞാൻ ചെയ്യത്തുമില്ല. എൻ്റെ അപ്പൻ്റെ മകളാണ് ഞാനെങ്കിൽ ഒരിക്കലും ഞാനത് ചെയ്യത്തില്ല. അതിൽ 100% ഗ്യാരണ്ടിയാണ്. അത് എന്നെ അറിയാവുന്ന ആൾക്കാർക്കെല്ലാം അറിയാം. അയാൾക്കാരുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല, ഭർത്താവിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല. അയാൾക്ക് എന്നെ അറിയാം. അത് ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പെണ്ണിനോട് ഞാൻ പറഞ്ഞു, സഹോദരി തന്നെയാണ് പറഞ്ഞു, ഞാൻ ഭർത്താവില്ലെന്ന് കരുതി വേറെ പണിക്ക് പോകുന്ന ആളുമല്ല, ഒന്നുമല്ല. ഒരു കല്യാണം ഉണ്ടെങ്കിൽ ജീവിക്കും, അല്ലാതെ സ്റ്റെപ്പിനി പരിപാടി, മറ്റേ പരിപാടി, ഈ പരിപാടി എന്നെ കിട്ടത്തില്ല. അതിൽ ഒരുപാട് ആണുങ്ങൾ ചൂഷണം ചെയ്ത് സംസാരിച്ചു. അവിടെയെല്ലാം ഞാൻ അവരെ ഫൈറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഇത് തെറ്റോ ശരി, ഇത് കേൾക്ക് വോയിസ് ഓവർ ആയതുകൊണ്ട് നിങ്ങൾ ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങും. ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങും. ഒരുപാട് അനുഭവങ്ങളുള്ള ഞാനാണ്. ഞാൻ പറയുന്നതെല്ലാം ആൾക്കാർ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾ തരണം ചെയ്യേണ്ടി വരുമെങ്കിൽ നിങ്ങൾ സമൂഹത്തിന് മുമ്പിൽ ഇറങ്ങണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. എൻ്റെ മകനെ ചമ്മിയ മുഖത്തോടെ ഞാൻ വളർത്തിയിട്ടില്ല. കാരണം അവനില്ലാത്ത ആഗ്രഹങ്ങൾ, അവന് ഇല്ലായ്മയായി പോയ സംഭവങ്ങൾ എല്ലാം നേടിക്കൊടുത്ത്, പല രീതിയിൽ നേടിക്കൊടുത്ത ഒരമ്മയാണ്. അതിനു വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിക്കുന്നു. ഇവിടുന്നൊക്കെ പിൻവിളികളുണ്ടാവും. എങ്കിലും എൻ്റെ മകൻ ഇന്നലെ ആർത്തിരമ്പി അപ്പനെ കാണാനായിട്ട് പോയിട്ട് സങ്കടപ്പെട്ട് കണ്ടില്ല. അതിനുശേഷം ഞാനൊരു ഫിഷിനെ അവൻ നോക്കി നിൽക്കുന്ന വീഡിയോ, അത് നന്നായിട്ട് കൊച്ച് ചമ്മിപ്പോയി. എനിക്കങ്ങനെ ചമ്മന്തിയാക്കുന്ന പരിപാടി ഇല്ല എൻ്റെ കൊച്ചിൻ്റെ കാര്യത്തിൽ. അത് അയ്യവൻ വിചാരിച്ചപ്പോൾ അയ്യവൻ്റെ മകനെ വലച്ച് കളഞ്ഞ അതിന് മീഡിയേറ്ററാണ് അതിന് സപ്പോർട്ട് കൊടുത്തത്. നിയമവശം അറിയാവുന്ന ആൾക്കാർ ഇത് ഫുള്ളായിട്ടൊന്ന് കേൾക്കണം. അന്നേരം ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവും. അവർ സൈക്കോളജി ലെവലിൽ നീങ്ങുന്നവരായവർക്ക് അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. ഇതൊന്ന് കണ്ടു നോക്കുക. ആരെയും പേരൊന്നും പറയുന്നില്ല, പറയേണ്ടി വന്നാൽ പറയാം, അത്രയേ ഉള്ളൂ. ഇനി എന്തായാലും നനഞ്ഞ് കയറി, അപ്പോൾ കുളിച്ച് കയറണമല്ലോ. ഇതങ്ങനെ വെറുതെ വിട്ടാൽ, ഞാൻ ഒറ്റയാൾപ്പടയാണ്. ഒറ്റയാൾപ്പട ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഫൈറ്റ് ചെയ്ത് നേടിയിരിക്കും, അത് ഉറപ്പാണ്. ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല. അയൽക്കാർ ഈ വിഷയത്തിൽ ഇല്ല എന്നാണ് പറഞ്ഞത്. അവർ കണ്ട തെളിവുകൾ എൻ്റെ കയ്യിരിപ്പുണ്ട്. അവർ അങ്ങും ഇങ്ങും നിന്ന് കളിക്കും. നാട്ടുകാരല്ല നമ്മളെ ജീവിതത്തിൽ ജീവിക്കുന്നത്. എൻ്റെ മകനെ വളർത്തേണ്ടത് നാട്ടുകാരും അല്ല.
അല്ലെ അയൽക്കാരല്ല എൻ്റെ മകനെ വളർത്തുന്നത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ എൻ്റെ വീട്ടിൽ കഴിയണമെന്ന് അയൽക്കാരല്ല തീരുമാനിക്കുന്നത്, ഞാനാണ് തീരുമാനിക്കുന്നത്. അത് ഫൈറ്റ് ചെയ്ത് ഞാൻ നേടിയിട്ടും അവരെ കൊണ്ട് അയൽക്കാരെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങും എന്ന് എൻ്റെ വീട്ടിലും എൻ്റെ ഭർത്താവിൻ്റെ ടീമിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു. എന്തിന് കളിപ്പിക്കാൻ നിൽക്കുന്നു, എന്തിന് നാട്ടുകാരെ വളർത്താൻ നിൽക്കുന്നു? നാട്ടുകാരെ ഉദ്ദേശിക്കുന്ന ഈ അയൽക്കാർ മാത്രമാണ്. എൻ്റെ നാട്ടിലുള്ള ആൾക്കാരും എന്നോട് കളിക്കുന്നില്ല, അവരവരുടെ പാട് നോക്കിയിരിക്കുകയാണ്. ഒരിക്കലും ഞാൻ എൻ്റെ നാടിനെ പറയത്തില്ല, കാരണം അവരാരും ഇതിനകത്ത് കളിക്കുന്നില്ല. കണ്ണെ മുന്നിൽ കാണുന്ന അയൽക്കാരുടെ കാര്യമാണ് പറയുന്നത്. അവരെല്ലാം കളിക്കും, അവരെ നോക്കരുത് വിഷയത്തിൽ. അവരയാളുടെ കാര്യത്തിൽ പോലും കണ്ടതായിട്ട് സാക്ഷി പറഞ്ഞെങ്കിൽ ഇനി സംഭവത്തിൽ വേറെ പറയും. ഇവള് പറയുന്നുണ്ടല്ലേ, ഇവള് അതും ഇതും പറയുന്നുണ്ടല്ലേ, തലയ്ക്ക് വെളിവില്ല. ഇത് പറഞ്ഞ് ജയം നേടുകയാണ് ഇപ്പോൾ അയൽക്കാർ. അതായത് എൻ്റെ ഇത്രയും വീഡിയോസ് കാണുമ്പോൾ അറിയാം ആർക്കാണ് ഇതാണ് എന്നുള്ളത്. പറയണം, ജനങ്ങളിത് പറയണം, ജനങ്ങളിത് അറിയണം. അവർക്കും ഉണ്ട് മക്കളെന്നുള്ളത് ജനങ്ങൾ അറിയണം. ഞാൻ ഇത്രയും തുറന്ന് സംസാരിക്കാൻ എനിക്ക് അവസ്ഥകൾ കിട്ടിയപ്പോൾ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. എൻ്റെ മകന് വേണ്ടി ഞാൻ പോരാടി ജയിക്കുന്ന ഒരമ്മയാണ്. അത് ഞാൻ നേടിയിരിക്കും. അത് ഏത് കോടതിയിലായാലും പറഞ്ഞു. ഈ കിടന്ന പീറകൾ കാണിക്കുന്നതൊക്കെയല്ല കാര്യത്തിൻ്റെ യാഥാർത്ഥ്യം അതല്ല. ഞാൻ കുടുംബജീവിതം മക്കളെ ആഗ്രഹിച്ചാണ് തെറ്റ്, അബോർഷൻ ചെയ്യിപ്പിച്ചാണ് തെറ്റ്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഞാൻ എൻ്റെ കുഞ്ഞിനെ നൊന്ത് പ്രസവിച്ചു. രണ്ടാമത്തത്, ആദ്യത്തത് ഞാൻ സിസേറിയൻ 2 വേദനയും തിന്ന ഒരമ്മയാണ്. എനിക്ക് പ്രകൃതിയുണ്ട് സാക്ഷി. എനിക്കെൻ്റെ പ്രകൃതിയും ആത്മാവും പ്രകൃതിയും ഇത്രയും ആയിട്ട് കഴിയുന്ന ഞാനാണ്. അതാണ് ഏറ്റവും വലിയ എൻ്റെ സമ്പാദ്യം. എൻ്റെ സാക്ഷി എൻ്റെ പ്രകൃതിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്തടുത്ത വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും ഇതിനോടൊപ്പം തന്നെയുള്ളത്. ഓക്കെ, ബൈ, താങ്ക് യു.